അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹബഹുമാനം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഇന്ന് ജമാദുൽ ഊല അതായത് ജമാദുൽ അവ്വൽ മാസത്തിന്റെ 28ാമത്തെ രാവാണ്. നാളെ 28ാമത്തെ പകലാണ്. വളരെ ശ്രേഷ്ഠതയുള്ള ഒരു മാസം നമ്മളിൽ നിന്നും വിട പറയുന്നു. അതുപോലെ ശ്രേഷ്ഠതയുള്ള ജമാദുൽ ഉഖ്റ അതായത് ജമാദുൽ ആഖിർ മാസം നമ്മളിലേക്ക് വരികയാണ്. ഏതാനും നിമിഷങ്ങൾ എന്ന് പറയാൻ, ഏതാനും മണിക്കൂറുകൾ എന്ന് പറയാനേ നമുക്ക് ബാക്കിയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുണ്യമായ മാസം വരുന്നു, ഒരു പുണ്യമായ മാസം വിട പറയുന്നു. ഈ സമയത്തുള്ള ദുആയും അതുപോലെ തന്നെ ദിക്റും ഒക്കെ അല്ലാഹു തആല പരിപൂർണമായി സ്വീകരിക്കും. അല്ലാഹു തആല സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ. നിരവധി ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ദിക്റിന്റെ സ്വലാത്തിന്റെ മജ്ലിസ് പരിപൂർണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദിക്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഇന്ന് നവംബർ 30 അല്ലേ? നാളെ ഡിസംബർ 1. നാളെ ഞായറാഴ്ച എൻ്റെ ഏറ്റവും ഇളയ പെങ്ങളുടെ കല്യാണമാണ്, നിക്കാഹാണ് നാളെ. ആലപ്പുഴ ജില്ലയിലെ വടുതല അബ്റാർ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് നാളെ വിവാഹ ഫംഗ്ഷനൊക്കെ നടക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയിൽ വെച്ചാണ് 11:30 നാളെ 11:30 പകൽ നിക്കാഹ് കർമ്മം നടക്കുന്നത്. പിന്നെ എൻ്റെ ഫാമിലിയെ പറ്റി പറഞ്ഞാൽ എൻ്റെ വാപ്പ ഉസ്താദാണ്, ഒരു പള്ളിയിലെ ഖത്തീബാണ്, പല പള്ളികളിലും ഖത്തീബായി സേവനം അനുഷ്ഠിച്ച ആളാണ്. പിന്നെ വാപ്പ, ഉമ്മ, അതുപോലെ തന്നെ ഞങ്ങൾ 4 മക്കളാണ്. ഞാനാണ് മൂത്തത്. അപ്പോൾ എൻ്റെ ഇളയത്, എൻ്റെ നേരെ താഴെയുള്ളത് ഒരു പെങ്ങളാണ്. പെങ്ങള് വിവാഹം കഴിച്ചതും ഒരു ഉസ്താദിനെ തന്നെയാണ്. പിന്നെ മൂന്നാമത്തത് എൻ്റെ അനുജനാണ്. അനുജനെ നിങ്ങൾക്കൊക്കെ പരിചയം ഉണ്ടാവുമല്ലോ, ഞങ്ങൾ പാടിയ പാട്ടും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അനുജനും ഉസ്താദാണ്. അനുജൻ്റെ കല്യാണം ഡിസംബർ 8 തീയതിയാണ്. അടുത്ത ആഴ്ച ഡിസംബർ 8 ഞായറാഴ്ചയാണ് അനുജൻ്റെ നിക്കാഹ്. അതായത് ഞങ്ങളുടെ വീട്ടിൽ ഒരാഴ്ച വ്യത്യാസത്തിൽ 2 കല്യാണമാണ് നടക്കുന്നത്. പിന്നെ ഏറ്റവും ഇളയതാണ് ഇപ്പം ഞാൻ പറഞ്ഞ നാളെ കല്യാണം നടക്കുന്ന പെങ്ങള്. അവള് ഹാഫിളത്താണ്. എൻ്റെ 2 പെങ്ങന്മാരും പരിശുദ്ധമായ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിയ ഹാഫിളത്തുകളാണ്. അതുപോലെ തന്നെ ഹാദിയ കോഴ്സ് പഠിക്കുന്നവളാണ്. അപ്പോൾ നാളെയാണ് കല്യാണം. പിന്നെ വരനായിട്ടുള്ളത് ഞങ്ങളുടെ ആലപ്പുഴ ജില്ലയിലെ തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള മുഹമ്മദ് ഹബീബ് ബാക്കവി, മൂപ്പരും ഖത്തീബാണ്. മൊത്തത്തിൽ പറഞ്ഞാൽ ഒരു ഉസ്താദ് ഫാമിലിയാണ് നമ്മൾ. അപ്പോൾ അൽഹംദുലില്ലാഹ് നാളെയാണ് കല്യാണം. അപ്പോൾ ഇനിയിപ്പോൾ കമൻറ്റിലൂടെ ഉസ്താദ് ഞങ്ങൾ വിളിച്ചില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടാവും. അങ്ങനെ എല്ലാവരും വിളിച്ചുള്ള പരിപാടിയൊന്നുമല്ല, കുറച്ച് കുടുംബക്കാരെ മാത്രം വിളിച്ചുള്ള ഒരു ഫംഗ്ഷനാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വേണ്ടത് നിങ്ങളുടെയൊക്കെ ദുആയാണ്. ഇപ്പോൾ 2 കല്യാണം, ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു കല്യാണം നടക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ അതിൻ്റെ ബേജാറും കാര്യങ്ങളൊക്കെ. പലരും ചോദിച്ചു 2 കല്യാണം കൂടി ഒന്നിച്ച് നടത്തിയാൽ പോരെ, ചിലവ് കുറയൂലേ? ശരിയാണ്, അങ്ങനെ കുറയും. പക്ഷേ അനുജൻ്റെ ബന്ധുവീട്ടുകാർക്ക് അവർ ഓഡിറ്റോറിയം ശരിയാവാത്ത ഒരു പ്രയാസം കൊണ്ട് ഞങ്ങൾ ഒരു ആഴ്ച വ്യത്യാസം വെച്ചതാണ്. അപ്പോൾ പ്രത്യേകം ദുആരക്കണം ഇൻഷാ അല്ലാഹ്. എല്ലാ കാര്യങ്ങളും റാഹത്തിലാവാനും എല്ലാം ഭക്ഷണമൊക്കെ ഭക്ഷണം തികയാതെ വരിക വല്ലാത്ത. കാരണം ഇത്രയും അതിഥികളെയൊക്കെ വിളിച്ചിട്ട് ഭക്ഷണം തികയാതെ വന്നാൽ അല്ലെങ്കിൽ ഭക്ഷണം വേസ്റ്റായി പോയാൽ രണ്ടും നമുക്ക് പ്രയാസമാണ്. അപ്പോൾ ഭക്ഷണമൊക്കെ ക്ലിയർ ആവാനും പിന്നെ അതുപോലെ തന്നെ കല്യാണം, അവരുടെ നിക്കാഹ് ജീവിതം എല്ലാം ഖൈറിലും ബറക്കത്തിലുമാവാനും സ്വാലിഹീങ്ങളായ മക്കളൊക്കെ ഉണ്ടാവാനും ഒക്കെ നിങ്ങൾ ദ്വാരക്കണം. കാരണം എപ്പോഴും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് ദ്വാരക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ ഒരു കാര്യം ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദ്വാവസിയത്ത് പറയുന്നു. അപ്പോൾ 1 തീയതി നാളെ പെങ്ങളുടെ കല്യാണമാണ്. അടുത്തയാഴ്ച അനുജൻ്റെ കല്യാണമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഈ ദിക്റിൻ്റെ മജ്ലിസിൽ തന്നെ പറഞ്ഞത് ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒക്കെ ദിക്റ് ചൊല്ലാനും തസ്ബീഹ് പറയാനൊക്കെ കാത്തിരിക്കുന്ന മജ്ലിസാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ മജ്ലിസിൽ നമ്മൾ ഈ ഒരു ദുആ വസിയത്ത് പറയുമ്പോൾ നിങ്ങൾ ഏതായാലും ദുആരക്കുമെന്നറിയാം. അതുകൊണ്ട് എല്ലാവരുടെയും ദുആ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിവാഹമാവാതെ വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്കൊക്കെ അല്ലാഹു ഖൈറായ ഇണകളെ വേഗത്തിൽ കൊടുക്കുമാറാവട്ടെ. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് അല്ലാഹു തആല ഖൈറായ മക്കളെ കൊടുക്കുമാറാവട്ടെ. നമ്മുടെയൊക്കെ കുടുംബജീവിതം അല്ലാഹു സ്വസ്ഥതയും സമാധാനവും റാഹത്തും ഉള്ളതാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദിക്റിൻ്റെ മജ്ലിസിലേക്ക് കടക്കാം. ഒരുപാട് പേര് ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആരക്കണം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അത് നമ്മുടെ കച്ചവടത്തിൻ്റെ കാര്യമാവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്തുകളാവട്ടെ, ഏത് കാര്യം ചെയ്യുമ്പോഴും അതിലൊക്കെ വലിയ ബർക്കത്തും സലാമത്തും അള്ളാഹുവിൻ്റെ എല്ലാവിധ സഹായവും ഒക്കെ ഉണ്ടാവാൻ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട വിശുദ്ധമായ ഖുർആനിലെ ഒരു ദുആയുണ്ട്. ആ ദുആ നമുക്കൊന്ന് ആദ്യം പറഞ്ഞാലോ? അല്ലാഹു തആല ഈ ദുആഇൻ്റെ ബറക്കത്ത് കൊണ്ട് നമുക്ക് എല്ലാവിധ നന്മയും തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു.
ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا ربنا آتنا من لدنك رحمة وهيئ لنا من أمرنا رشدا നമ്മുടെ ഈമാൻ പുതുക്കി കിട്ടാനും സ്വർഗത്തിന്റെ താക്കോൽ എന്ന മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന അഫ്ളലു ദിക്ർ, അത് പറയാതെ ദിക്റിന്റെ ഒരു മജ്ലിസും നമ്മൾ പിരിയാൻ പാടില്ല. ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ
ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ 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 ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ മീസാൻ എന്ന തുലാസിൽ ഭാരം കൊണ്ട് തൂങ്ങുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുപാട് ഇഷ്ടങ്ങൾ കിട്ടാനും അതുപോലെ തന്നെ അള്ളാഹുവിനെ ഒരുപാട് കണ്ട് നമ്മളോട് സ്നേഹവും കരുണയൊക്കെ ഉണ്ടാവാനും നമ്മുടെ തെറ്റുകളെല്ലാം പൊറുക്കപ്പെടാനും നമ്മുടെ പ്രയാസ പ്രതിസന്ധികൾ മാറാനും ഒക്കെ പറ്റിയ ഒരു ദിക്ർ എല്ലാവരും ഒന്നിച്ചു പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി
അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട രണ്ട് ഇസ്മുകൾ അല്ലേ, അള്ളാഹു എപ്പോഴും അടിമകൾ പറയണമെന്ന് ആഗ്രഹിക്കുന്ന രണ്ട് ഇസ്മുകളുണ്ട്. ഒന്ന് റഹ്മാൻ, റഹീം. രണ്ടും പറഞ്ഞാൽ നിരവധി നേട്ടമാണ്. ഇൻഷാ അല്ലാഹ് പറഞ്ഞോ. യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീമു യാ അല്ലാഹ്, 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 യാ റഹ്മാനു യാ അല്ലാഹ്, യാ റഹീം يا الله يا رحمن يا الله يا رحيم 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 يا الله. പരിശുദ്ധമായ റൗള ഷരീഫിൽ ചെന്ന് മുത്തുനബിയുടെ മുന്നിൽ ചെന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയാനുള്ള തൗഫീക്ക് കിട്ടാനും ആ മുത്തറസൂലിനെ സ്വപ്നത്തിൽ കാണാനും അതുപോലെ നമ്മുടെ പ്രയാസ പ്രശ്നങ്ങൾ മാറി രോഗങ്ങൾ മാറി എല്ലാവിധ ഖൈറും ബറക്കത്തും ജീവിതത്തിൽ ഉണ്ടാവാനും സ്വലാത്ത് അധികമായി പറയണമെന്നാണ്. അല്ലാഹു തആല നമുക്ക് സ്വലാത്ത് ഒരുപാട് കണ്ട് ചൊല്ലാനുള്ള തൗഫീക്ക് തരുമാറാവട്ടെ. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ തന്നെ 6 ലക്ഷത്തോളം പ്രാവശ്യം സ്വലാത്ത് ചൊല്ലിയ അത്ഭുതപ്പെടുത്തുന്ന അദദു സ്വലാത്ത് നമുക്കൊന്ന് ചൊല്ലിയാലോ? ചൊല്ലിക്കോ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ
صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ഒരുപാട് നേട്ടങ്ങൾ മഹത്വങ്ങൾ നമുക്കുണ്ടാകും അല്ലേ? മഴയില്ലാത്ത നാടാണെങ്കിൽ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കണം. മക്കളില്ലാതെ വിഷമിക്കുന്നവരെ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചോ. ഇസ്തിഗ്ഫാർ കോടാനുകോടി തെറ്റുകൾ ചെയ്തു പോയാലും കടലിന്റെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു പുറത്തു തരും. ഇസ്തിഗ്ഫാർ ഇൻഷാ അല്ലാഹ് ആ ഇസ്തിഗ്ഫാർ നമുക്കൊന്ന് പറയാം. പറഞ്ഞോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം
അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. സ്വലാത്തുൽ ഫാത്തിമിയ്യ് നമുക്കറിയാമല്ലോ, അതിൻ്റെ ശ്രേഷ്ഠതയൊക്കെ നമുക്കറിയാം. അത് നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. അത് ഒഴിവാക്കാൻ ഒരിക്കലും നമുക്ക് പറ്റൂല. കാരണം ചെറിയൊരു സ്വലാത്താണെങ്കിലും കാന്താരിയെ പോലെയാ, ചെറിയതാണെങ്കിലും എരിവ് കൂടുതലാ, ചെറിയ സ്വലാത്താണെങ്കിലും പുണ്യം കൂടുതലാ. അതുകൊണ്ട് പറഞ്ഞു, അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി 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 അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലിഹി. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ദിക്റിൻ്റെ ഈ സ്വലാത്തിൻ്റെ മജ്ലിസിനെ പരിപൂർണ്ണമായി സ്വീകരിക്കട്ടെ. നമ്മൾ പറഞ്ഞ സ്വലാത്തുകളുണ്ട്, അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ ഇസ്മുകളുണ്ട്, അതുപോലെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരുപാട് മഹത്വങ്ങളുള്ള അദ്കാറുകൾ, അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല പരിപൂർണ്ണമായി ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരുപാട് പേര് നമ്മളോട് ദുആ രക്കാൻ പറഞ്ഞു. ഉസ്താദേ, ഇന്നത്തെ മജ്ലിസിൽ പ്രത്യേകം ഞങ്ങൾ ഓർക്കണേ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകളുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നു. അല്ലാഹു തആല നമ്മുടെ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ ഈ മജ്ലിസ് ഖബൂൽ ചെയ്യട്ടെ, ദുആഇനെ പരിപൂർണ്ണമായി സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ് വമിൻ ശർരി നഫ്ഫാഥാതി ഫിൽ ഉഖദ് വമിൻ ശർരി ഹാസിദിൻ ഇദാ ഹസദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മലികിൻ നാസ് ഇലാഹിൻ നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. أرحم الراحمين يا രാജാതിരാജനായ റഹ്മാനെ, കരുണയുള്ള അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പാവപ്പെട്ട ഉമ്മമാരുള്ള ഉപ്പമാരുള്ള സദസ്സാണ്. ഒരുപാട് മുഅ്മിനീങ്ങൾ ആമീൻ പറയുന്ന മജ്ലിസാണ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ തട്ടിക്കളയല്ലേ റഹ്മാനേ. അല്ലാഹുവേ, പടച്ചവനെ, ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയവരാണ്, ഒരുപാട് ദോഷത്തരങ്ങൾ ചെയ്തവരാണ്, ഒരുപാട് കുറ്റങ്ങൾ പറ്റിയവരാണ്. എല്ലാം നിന്റെ വിശാലമായ മഗ്ഫിറത്ത് കൊണ്ട് മർഹമത്ത് കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഹറാമിൽ നിന്നും മാറി നിൽക്കാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. ഞങ്ങളുടെ കണ്ണുകളെ നീ സൂക്ഷിക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങളുടെ ശരീരഭാഗങ്ങളെ ഹറാമിൽ നിന്ന് സൂക്ഷിക്കാനുള്ള തൗഫീക്ക് തരണേ റഹ്മാനെ. പടച്ചവനെ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയ ഞങ്ങളുടെ മാതാപിതാക്കളുണ്ട്, ഞങ്ങളുടെ ഉസ്താദുമാരുണ്ട്, ഞങ്ങളുടെ ഭാര്യ സന്താനങ്ങളുണ്ട്, ഞങ്ങളുടെ ഭർത്താക്കന്മാരുണ്ട്, സഹോദരിമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ബന്ധുമിത്രാദികൾ, കൂട്ടുകാര്, നാട്ടുകാര്, ലോക മുഅ്മിനീങ്ങൾ എല്ലാവർക്കും നീ മഗ്ഫിറത്ത് കൊടുക്കണേ അല്ലാഹ്. മർഹമത്ത് കൊടുക്കണേ അല്ലാഹ്. അവരുടെയും നാളെ മരിച്ച് ഞങ്ങൾ ചെല്ലുന്ന ഖബർ, ആ ഖബറും നീ വിശാലമാക്കി തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയും ഞങ്ങളുടെയും ആഖിറം നീ വെളിച്ചമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഇരിക്കുന്ന മുഅ്മിനീങ്ങൾ എല്ലാവരെയും നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് കാലങ്ങളായി ഞങ്ങളുടെ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, ഉപ്പമാരുണ്ട്. ഒരുപാട് വേദനകളുള്ളവരാണ്, ഒരുപാട് വിഷമങ്ങളുള്ളവരാണ്, ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ്, ഒരുപാട് ദുഃഖങ്ങളാണ് പലരുടെയും മനസ്സിലുള്ളത്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞിട്ടുള്ള നിന്റെ ഇസ്മുകളുടെ ബറക്കത്ത് കൊണ്ട്, സ്വലാത്തിന്റെ ഹക്ക് കൊണ്ട്, ദിക്റുകളുടെ മഹത്വം കൊണ്ട് എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. രോഗങ്ങളെ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാഹ്. മാരകമായ ക്യാൻസർ രോഗം തരല്ലേ അല്ലാഹ്. കിഡ്നിക്ക് പ്രോബ്ലം തരല്ലേ അല്ലാഹ്. പെടുന്നണയുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സ്ട്രോക്ക് വന്ന് മരിക്കുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഞങ്ങൾ മരിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന അവസ്ഥ നീ വരുത്തല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷയിലാണ് ഞങ്ങൾ ദ്വാരക്കുന്നത്, ഞങ്ങളുടെ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്നത്. ഇതിന്റെ എല്ലാം പ്രതിഫലം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, ഉസ്താദുമാർ, ഭാര്യ സന്താനങ്ങൾ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ ആഫിയത്തും ആരോഗ്യമുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഒരുപാട് കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, കടങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാഹ്. കച്ചവടത്തിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, കച്ചവടം നീ ലാഭത്തിലാക്കണേ അല്ലാഹ്. അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാഹ്. കണ്ണേറ് വെക്കുന്നവരുണ്ട്, സിഹ്ർ വെക്കുന്നവരുണ്ട്, എല്ലാ വിധത്തിലുള്ള ശർറ്, ബലാ, മുസീബത്ത്, ആപത്ത് എല്ലാത്തിനെ തൊട്ടും നീ കാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കി തരണേ അല്ലാഹ്. പറഞ്ഞാൽ അനുസരിക്കുന്നവരാക്കണേ അല്ലാഹ്. അല്ലാഹു, ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല മക്കളാക്കി ഞങ്ങളുടെ മക്കളെ നീ മാറ്റണേ അല്ലാഹ്. അവരുടെ പരീക്ഷകളൊക്കെ നടക്കുകയാണ്, ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാഹ്. നല്ല ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും കൊടുക്കണേ അല്ലാഹ്. ഉന്നത മാർക്കോടുകൂടി പാസ്സാവാൻ ഞങ്ങളുടെ മക്കൾക്ക് നീ തൗഫീക്ക് കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ വീട് നീ കൊടുക്കണേ അല്ലാഹ്. വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ ഇണകളെ നീ കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് പേര് മക്കളെ കൊണ്ട് വിഷമത്തിലാണ്, ആ മക്കളെ നീ നന്നാക്കി കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് വട്ടം ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാനുള്ള തൗഫീക്ക് തരണേ അല്ലാഹ്. മക്കത്തെത്തിക്കണേ അല്ലാഹ്, മദീനത്ത്
മദീനത്ത് എത്തിക്കണേ അല്ലാ. ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാനും ആ ചെയ്യുന്ന ഇബാദത്ത് നീ കബൂലാക്കുന്ന ആ നല്ല ആളുകളെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസ് നീ നിലനിർത്തി തരണേ അല്ലാ. ഞങ്ങളുടെ ശരീരത്തിന്റെ എല്ലാ പ്രയാസ പ്രതിസന്ധികളും മാറ്റിത്തരണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ നീ സ്വസ്ഥത തരണേ അല്ലാ, സമാധാനം തരണേ അല്ലാ. ആരൊക്കെ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് പ്രതിസന്ധിയിലാണോ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റി കൊടുക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ, അഭിമാനം കൊടുക്കണേ അല്ലാ. എത്രയോ സ്ഥലങ്ങളിലാണ്, ഫലസ്തീനിൽ, സിറിയയിൽ, ലെബനോനിൽ പാവപ്പെട്ട മുഅ്മിനീങ്ങൾ പ്രയാസത്തിലാണ്, പ്രതിസന്ധിയിലാണ്. അല്ലാഹുവേ പടച്ചവനെ, അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവർ, താഴെ ഒരുപാട് കമന്റ് എഴുതുന്നവർ, ദുആ വസിയത്ത് പറയുന്നവർ എല്ലാവരെയും നീ പരിപൂർണമായി ഖബൂലാക്കണേ അല്ലാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിഫദ്ലി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, നമ്മുടെ മജ്‌ലിസ് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നാളെയും നമ്മുടെ മജ്‌ലിസ് ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. ഈ മജ്‌ലിസ് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരൊക്കെ കാണട്ടെ, അവരൊക്കെ പങ്കെടുക്കട്ടെ. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖൈറിന്റെ അഹ്ലുകാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.